ോടുകൂടി ഇവിടെ നിൽക്കണമെങ്കിൽ ഈ സ്പിരിച്വൽ ഡെവലപ്മെൻ്റ് എന്ന് നമ്മൾ പറയുന്നത് ഇതൊക്കെ മനസ്സിലാക്കുന്ന, ഇത് ഡീപ്പായിട്ട് മനസ്സിലാക്കുകയും ഈ നമ്മൾ പുതിയതായിട്ട് റീവയർ ചെയ്ത് ബ്രെയിനിനെ മാറ്റിയെടുത്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് പഴയ സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റുമോ, അതോ അതല്ല അവിടെ ചെന്നിട്ട് ഒരു അല്പസമാധാനം എടുത്തിട്ട് പുതിയ സർക്യൂട്ടുകൾ ഓപ്പൺ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ സ്പിരിച്വാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം നോട്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചുമ്മാ ഒരു ബിലീഫൊന്നുമല്ല, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ, കോഎക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് പ്രധാനമാണ്. എല്ലാവർക്കും ആഹാരം വേണം. അപ്പോൾ ആഹാരം ഒരു കോമൺ സാധനമാണ്. പക്ഷേ ആ എല്ലാവർക്കും വേണ്ട ആഹാരത്തിന് വേണ്ടി ക്രൈസിസ് വരുമ്പോൾ നമ്മൾ തമ്മിൽ ശത്രുക്കളായി മാറുകയും ചെറിയ ഒരു ട്രിഗറിൽ നമ്മൾ അന്യോന്യം കൊല്ലുകയും ചെയ്യും. മനുഷ്യനാണ്, എല്ലാ മൃഗങ്ങളും ഇതുപോലെ ചെയ്യും. പക്ഷേ മൃഗങ്ങൾ ഇത് കഴിഞ്ഞാൽ ഉടനെ സ്നേഹിക്കാൻ തുടങ്ങും. നമുക്ക് ഈ വൈരാഗ്യം കൊണ്ട് പിന്നെ നടക്കുകയും ചെയ്യും. ഇതാണ് പ്രശ്നം. മറ്റു മൃഗങ്ങൾ കടിപിടി കൂടിയിട്ട് അവരെ മറന്നു പോകും. അടുത്ത സെക്കൻഡിൽ പിന്നെ അവർ സ്നേഹിക്കാൻ തുടങ്ങും. നമ്മളെ സംബന്ധിച്ച് ഇവനാണ് എൻ്റെ അടുത്ത് കടിക്കാൻ വന്നത്, ഇനി ഇവനെ ഒന്നൊന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഇതും കൊണ്ടങ്ങ് നടക്കുക. ഇങ്ങനെ നമ്മൾ അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ പുതിയ ഒരു അവന്യൂ ഒക്കെ പാത്ത് എങ്ങനെ സർവൈവ് ചെയ്യണമെന്നുള്ള പാത്ത് അകത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അതിൽ വരേണ്ടുന്ന പുതിയ ചേഞ്ചസും ഒക്കെ വന്നു. പുതിയ സർക്യൂട്ടെല്ലാം ഓണായി. അത് ടേക്ക് ഓവർ ചെയ്തുകൊണ്ട് പോവുകയും പഴയ ആൾക്ക് അവിടെ ഒരു സ്ഥാനവും ഇല്ലാതാവുകയും ചെയ്യും. ഈ പഴയ ആളെന്ന് പറയുന്നത് നേച്ചർ ക്രിയേറ്റ് ചെയ്ത ആളാണ്. അതിനകത്ത് ഈ എല്ലാ വികാരങ്ങളും ഉണ്ട്. ഇതിനകത്ത് ക്രൈസിസ് വരുമ്പം മാത്രം എടുത്ത് പ്രയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മളറിയാതെ തന്നെ നമ്മുടെ ബോഡി ക്രിയേറ്റ് ചെയ്യുന്ന സാഹചര്യം, അതിൻ്റെ ഒരു സ്ലേവായിട്ട് അങ്ങ് മാറും. നമ്മൾ മാറിയിട്ട് നമുക്ക് നിലനിൽക്കാൻ സാധ്യതയില്ലാത്ത ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ വന്ന് വിടും. അതുകൊണ്ടാണ് ഇതൊരു കൊച്ചു കാര്യമല്ല എന്ന് പറയുന്നത്. സർവനാശത്തിന് ഇത് ധാരാളം മതിയാവും. അപ്പോൾ അത് നമ്മുടെ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും അങ്ങനെ മാറുക എന്നുള്ളതാണ്. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ മാറിപ്പോയ നമ്മുടെ കോമ്പസിഷനെ മാറ്റി പുതിയ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സൈക്കിക് സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് തിരിച്ച് മാറി വരേണ്ടി വരും. അതങ്ങനെ ക്രൈസിസ് വന്നു പോയാൽ, ക്രൈസിസ് വരാതിരിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ ഇടമുണ്ടാകും എന്നത് നേരത്തെ കൂട്ടി മനസ്സിലാക്കി അതിന് നേരത്തെ കൂട്ടി വർക്ക് ചെയ്ത് ആ സാനിറ്റിയും കാംനെസ്സും പ്രിസർവ് ചെയ്യേണ്ടിയുണ്ട് നമ്മുടെ ഫർദർ ഗ്രോത്തിന് വേണ്ടി. അത് നമ്മൾ ചെയ്യാത്തിടത്തോളം നമുക്ക് ഒരു സ്പിരിച്വൽ ഡെവലപ്മെൻറ്റും ഉണ്ടാകത്തില്ല. നമുക്ക് ആരാധന ചെയ്യാം, ധ്യാനിക്കാം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ക്രൈസിസ് വരുമ്പോൾ ഇതെല്ലാം കുടങ്ങി വരും. അപ്പോൾ ഈ കുണ്ടലിനി യോഗ ശാസ്ത്രത്തിനകത്ത് വളരെ ഡീപ്പായിട്ട് നോക്കിയിരിക്കുകയാണ് ഇതെല്ലാം. നോക്കുന്നവർക്കത് കാണുകയും ചെയ്യാം. നമ്മളതിനകത്തുള്ള ഈ ഡയറ്റീഷ്യനെയൊക്കെ ആരാധിക്കുന്നതൊക്കെ ഈ കാം ആകാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇതെന്താണെന്നും കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പോയാൽ നമുക്ക് ആ സാധനം ദൂരെ നിന്ന് വരുമ്പോഴേ നമുക്കറിയാം. കോൺഷ്യസ് ആകും നമ്മൾ ഈ പറയുന്ന ഒരു പാറ്റേൺ സൃഷ്ടിച്ചിരിക്കുന്ന പാറ്റേണിനകത്ത് ഇറങ്ങാതെ നമ്മൾ സർവൈവൽ മോഡിൽ ഇറങ്ങി വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം അതിൻ്റെ ഒരു വിറ്റ്നസ് മോഡിലോട്ട് ഇറങ്ങി നിൽക്കാൻ പറ്റും. ഇതാ വ്യത്യാസം. ഒന്ന് അതിനകത്ത് ഇൻവോൾവായി പോകും. ഇപ്പോൾ ക്രൈസിസ് ഉണ്ടെന്ന് പറയുന്നത് ഉടനെ ബ്രെയിൻ ഡിറ്റക്ട് ചെയ്തിട്ട് ഈ അമിഗ്ഡലയിൽ ഇത് സാധനം അങ്ങ് പോയി കഴിഞ്ഞാൽ ഉടനെ ഡയറക്റ്റ് ചെയ്യുകയാണ്, പുഷ് ചെയ്തോളാൻ പറയുകയാണ്. അപ്പോൾ അഡ്രിനാലിനൊക്കെ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫൈറ്ററാണ്, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഓടി രക്ഷപ്പെടുന്നവനാണ്. ആ മോഡിലോട്ട് അങ്ങ് പോകും. പിന്നെ അതിൽ നിന്ന് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ മാറുമ്പോൾ ഇയാൾ പഴയ സ്ഥലത്തേക്ക് ഇറങ്ങി വരും. അപ്പോൾ അങ്ങനെ ഈ പഴയ സ്ഥലത്തേക്ക് ഇറങ്ങി വരാൻ പറ്റില്ല. കാരണം എപ്പോഴും ഈ ഫിയർ അവിടെ കിടക്കും. കുറച്ച് ദിവസം ഈ ഇഷ്യൂ നിന്നാൽ, ഇപ്പോൾ ഗാസയിലൊക്കെ കുട്ടികൾ അവർ സർവൈവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവരെന്താവും എന്നുള്ളത് അറിയത്തില്ല. കാരണം അവർ ഈ ക്രൈസിസ് നിൽക്കുകയാണ്. മനുഷ്യൻ ഹ്യൂമൻ ബീയിങ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മളത് രാഷ്ട്രം മാറ്റട്ടെ, പൊളിറ്റിക്സൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ആളുകൾ മാറിയ കുറേ ഭയങ്കരമായിട്ട് മാഡ്നസ് ബാധിച്ച കുറേ ആളുകളാണ് ഈ അപകടത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവർ ലോകത്ത് നിൽക്കുക, എക്സിസ്റ്റ് ചെയ്യുക. അവർ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരെ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ ദുഷ്ടന്മാർ ഈ പറയുന്ന ഈ വാറിനൊന്നും പോകരുത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ദുഷ്ടന്മാരാണ്. അവരറിയാതെ ചെയ്യുന്നത് ഇതാ.
നമ്മുടെ ലോകത്ത് ഈ കുഞ്ഞുനാളിൽ നിന്ന് വരുന്ന പിള്ളേരെല്ലാം ഈ മോഡിലോട്ടങ്ങ് മാറ്റും. ആ മോഡിൽ നിന്ന് അവർക്ക് ഇറങ്ങി വരാൻ പറ്റത്തില്ല. അവർക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ ഇറങ്ങി വരണമെന്ന്. ക്രൈസിസ് നിൽക്കുകയാണ്. അപ്പം ഒരു ക്രൈസിസ് മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റത്തിനെ നമ്മുടെ ക്യാരക്ടറിനെ ചേഞ്ച് ചെയ്ത് ക്യാരക്ടർ ഫിക്സേഷൻ നടക്കുക. അതിനല്ല അതുണ്ടാക്കിയിരിക്കുന്നത് ആ ക്രൈസിസ് മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പക്ഷേ അതിങ്ങനെ നിലനിർത്തി നമ്മുടെ കംപ്ലീറ്റ് സൈക്കി മാറി നമ്മളെപ്പോഴും ഫിയർ ഉള്ളവനായിട്ട് മാറുക. ചുമ്മാ രണ്ടാൾ കൂടി നിൽക്കുമ്പോഴേ നമുക്ക് ഭയം വരിക. ഇവൻ എന്തിനാണ് കൂടി നിൽക്കുന്നത്, ഇവൻ എന്തെങ്കിലും പ്രശ്നത്തിനാണോ കൂടി നിൽക്കുന്നതെന്ന് ആദ്യം അങ്ങ് തോന്നിക്കുക. ഇതാണ് ഇതിനകത്തൂടെ ഇറങ്ങി വരുമ്പോൾ ഇത് ഫിക്സ് ചെയ്ത് കിട്ടും. ഇവൻ നമ്മളെ ഉപദ്രവിക്കുമോ എന്ന് തോന്നിക്കുക. വെറുതെ ഒരുത്തൻ അവിടെ നിൽക്കുകയായിരിക്കും. അപ്പോൾ ഒരു പട്ടി തന്നെ വഴി കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവൻ ഇപ്പം കടിക്കുമെന്നാണ് തോന്നിക്കുക. അവൻ ചുമ്മാ ആവശ്യമില്ല കടിക്കത്തില്ല. പക്ഷെ നമുക്ക് തോന്നിക്കുക ഇവൻ കടിക്കുമെന്ന്. ഇപ്പം കടിക്കുമെന്ന് തോന്നുമ്പോൾ നമ്മുടെ അറ്റനാൻ പമ്പ് ചെയ്യുമ്പോൾ അവൻ കടിക്കണമെന്ന് അവനും തോന്നിക്കും. കാരണം ഈ മണം അടിക്കുമ്പോൾ അവനെ മനസ്സിലാവും ഇവൻ ആക്രമിക്കുമെന്ന്. അപ്പോൾ അവൻ ഓട്ടിച്ചിട്ട് കടിക്കും. ഇങ്ങനെയാണ് ലോകത്തിൻ്റെ സ്വഭാവം മാറുന്നത്. അപ്പോൾ ഈ ലോകനാശം എന്ന് പറയുന്നത് അതാണ് ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അതുകൊണ്ടാണ് നമ്മളൊരു വലിയ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ജപിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. എല്ലാം പറഞ്ഞ് തീരുമ്പോൾ അതും കൂടെ അങ്ങ് പറഞ്ഞ് തീർത്തിട്ട് പിന്നെ അത് നോക്കുക വേണ്ട. ലോകാ സമസ്ത സുഖിനോ ഭവന്തു ഇങ്ങനെ മാറും. നമ്മുടെ കൺട്രോളിൽ നിന്ന് കളി പോവും. ഇത് ബേസ് ചക്രയിൽ നടക്കുന്ന കാര്യമാണ്. ഇതെല്ലാം കൂടെ ചേർത്താണ് ഈ ബേസ് ചക്ര എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അടിസ്ഥാനപരമായി നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ആ ടൂളുകളെല്ലാം ബേസ് ചക്രയ്ക്കകത്ത് അതിൻ്റെ ഫോർമാറ്റിനകത്ത് നോക്കിയേക്കാം. നമ്മൾ നോക്കിയല്ലോ. ഫസ്റ്റ് ലെവലിൽ സാറില്ലായിരുന്നു, പക്ഷേ ഞങ്ങൾ നോക്കി. ഇനി അതിലോട്ട് പോകാൻ പ്രയാസമാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇതൊരു വലിയ കാര്യമായി മാറുന്നത്. ഈ സ്റ്റഡി, ആ ഇന്നർ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഭൂമിയെ നമുക്ക് നിലനിൽപ്പിന് യോഗ്യമല്ലാത്ത ഒരു സ്ഥലമാക്കി മാറ്റാൻ നമ്മൾ തന്നെ പ്രവർത്തിച്ച് മാറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ലോകാസമസ്ത സുഖിനോ ഭവന്തു പറഞ്ഞിട്ടിരിക്കുക. അത് റിച്വലായി പോയതുകൊണ്ട് ഒരു പ്രശ്നമില്ല. കണ്ണടച്ച് പറഞ്ഞിട്ട് തീർത്തിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാം. ഇങ്ങനെ സംഭവിക്കും. ഇതാണ് അതിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ്. ഇങ്ങനെ ഓരോ കൊച്ചു ആസ്പെക്റ്റ് എടുത്ത് പഠിക്കേണ്ടിയുണ്ട്. ഈ ബേസ് ചക്രയിൽ ഫുഡ്, സെക്യൂരിറ്റി, ഷെൽട്ടർ, ഇത് മൂന്നാണ് അതിൻ്റെ ആസ്പെക്റ്റ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചങ്ങനെ ഒന്ന് ഡീപ്പായിട്ട് ആ സ്ഥലം ഒന്ന് നോക്കേണ്ട അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കാര്യം നടക്കത്തില്ല. പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു സമാധാനം കിട്ടുമെന്നല്ലാതെ അതിനൊരു പെർമനൻസ് കിട്ടാത്തിടത്തോളം ഈ ക്രൈസിസ് വരും നമ്മൾ ജന്തുവായിട്ട് മാറും. ജന്തുക്കൾ ഇത്രയും വൃത്തികേടാവില്ല, നമ്മൾ ക്രൂക്കറ്റും കൂടെയാണ്. ജന്തുക്കൾ അവർക്ക് ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും വെള്ളം കാണിച്ച് വെള്ളം കിട്ടിയ സമാധാനമായിട്ടിരുന്നുള്ളൂ. നമ്മൾ അങ്ങനെയല്ല, പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. പ്ലാൻ ചെയ്ത് കുഴപ്പമുണ്ടാകും. ഇപ്പോൾ ലോക നന്മയൊന്നും ഉണ്ടാകത്തില്ല, മനുഷ്യന് നന്മ ഉണ്ടാകത്തില്ല, കുടുംബത്തിനകത്ത് സൗഖ്യം ഉണ്ടാകത്തില്ല, അച്ഛനും മോനും തമ്മിൽ നിരന്തരമായ അടി കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ അടി ഉണ്ടായിക്കൊണ്ടിരിക്കും. ചെറിയൊരു കാര്യം വന്നുകൊണ്ട് എൻ്റെ സെക്യൂരിറ്റിയെ നിങ്ങൾ ചലഞ്ച് ചെയ്യുകയാണോ തോന്നിക്കും. ഒന്നും ചെയ്ത് കാണില്ല, ഒരു ചെറിയ കാര്യം പറഞ്ഞായിരിക്കും. ചെറിയൊരു കാര്യം പറയുമ്പോഴത്തേക്ക് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരണമെന്ന് എന്നുവെച്ചാൽ എൻ്റെ എക്സിസ്റ്റൻസ് പോയെന്ന്. ചെറിയൊരു കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ചത്തുപോകുന്നെന്ന് തോന്നിക്കുന്നതാണ്. ഒരു ചെറിയ ചലഞ്ച് വരുമ്പോൾ ഞാൻ എന്നെ കൊല്ലാൻ വന്നിരിക്കുകയാണെന്ന് തോന്നിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഭയങ്കര ഗ്രേവായിട്ടുള്ളൊരു കണ്ടീഷനിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന തരത്തിലാണ് നമ്മുടെ മനസ്സിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കൃത്യമായി വിജിലൻസോടുകൂടി ഇതിനെ ഒബ്സർവേഷനിൽ നിർത്തിയാൽ മാത്രമേ ഇത് നമുക്ക് പെർമനൻ്റായി ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. പ്രാക്ടീസ് കൊണ്ട് മാത്രം നടക്കുന്ന കാര്യമല്ല അത്. അതുകൊണ്ട് ഈ ഇന്നർ എക്സ്പ്ലോറേഷൻ, അതുകൊണ്ടാണ് സ്വാധ്യായം എന്ന് പറയുന്നത്, സെൽഫ് സ്റ്റഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.